വെൽക്കം ടു എലോക്കരക്കാരൻ ബ്ലോഗ്സ്. മുത്തുണീസ നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ടാൻസാനിയ വാട്ടർ തീം പാർക്കിലാണ്. വാട്ടർ തീം പാർക്കല്ല, പാർക്കിലാണ്. അപ്പോൾ നമ്മൾ എൻട്രി തന്നെ വരുന്നത് കണ്ട ഒരു ലൈറ്റ് തുരങ്കമാണ്. നമ്മൾ നൈറ്റാണ് വന്നിരിക്കുന്നത്. ഒരു തുരങ്കത്തിനകത്തൊരു കയറിയാണ്. ഫുൾ ലൈറ്റ് സെറ്റാണ്. ഗ്രീന് ബ്ലൂ മൾട്ടി കളറിൽ ഇങ്ങനെ ലൈറ്റുകൾ എത്തി ആ ഒരു തുരങ്ക സെറ്റപ്പാണ് കേട്ടോ. കാരണം ഇവിടെ അധികം മനുഷ്യരുള്ള ഫോട്ടോസൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. പഴയ കാലത്തുള്ള രീതിയിലുള്ള എല്ലാ കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, വരച്ച് വെച്ചിട്ടുണ്ട്. സംഭവം നമ്മളെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നടന്നു പോകുമ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ തീ കൂട്ടി ഇതാക്കുന്ന രീതിയിലുള്ളൊരിതൊക്കെയുണ്ട്. നല്ല രസമുണ്ട് നടക്കാനൊക്കെ. അതിൻ്റെയൊക്കെ സ്റ്റെപ്പൊക്കെ തലയിരിച്ച് വെച്ചേക്കുന്നു. സായുധ ഇതെന്നല്ല സ്റ്റെപ്പ് തലയിരിച്ച് വെച്ചേക്കുന്നതാണോ? സ്റ്റെപ്പ് തലയിരിച്ച് വെച്ചേക്കുന്ന സ്റ്റെപ്പൊക്കെ തലയിരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്താ പിക്ചേഴ്സൊക്കെ ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് രാത്രി ആയതുകൊണ്ടാണ് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടാത്തത്. പിന്നെ നമ്മളിങ്ങനെ നടന്നു വന്നതാ വരുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ വരുമ്പോൾ ഒരു ലൈറ്റ് കത്തി വരുന്നതേ ഉള്ളൂ. അവിടെ ലൈറ്റ് കത്തുന്നില്ല ബോസ്. അത് ലൈറ്റ് പോയി കഴിഞ്ഞാൽ കാണത്തില്ല. ലൈറ്റ് വന്നാൽ ലൈറ്റ് ഓഫ് ആകുമ്പോഴേ കാണാൻ പറ്റും. തീ കൂട്ടിയ ആൾക്കാരൊക്കെ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ നമ്മുടെ പഴയകാല സെറ്റപ്പൊക്കെയാണ്. എങ്ങോട്ടെല്ലാം തിരിഞ്ഞു നോക്കാനാണ് പറയുന്നത്. അങ്ങനത്തെ സെറ്റപ്പിലാണ് കണ്ട. ഇപ്പോൾ റെഡ് വന്നപ്പോൾ കറക്റ്റ് കിട്ടി കണ്ട. അങ്ങനത്തെ സെറ്റപ്പാണ് അവിടെ പിക്ചർ. നമ്മളങ്ങനെ ഇറങ്ങി വന്നപ്പോൾ കുറേ കുട്ടികളുടെ റൈഡും വേണ്ട ലണ്ടൻ ബസ്സുകളുണ്ട്. ഇപ്പോൾ നമ്മളെ ലണ്ടൻ ബസ്സുകളുണ്ട്. ലണ്ടൻ ബസ് ഷോപ്പിങ്ങിന് അതിനുള്ള ഷോപ്പുകൾ, മറ്റേ ആകാശ ഊഞ്ഞാൽ, അതുകൊണ്ട് ടാൻസാനിയ അഡ്വഞ്ചർ പാർക്ക് അവിടെ ഒരു ബോർഡുണ്ട്. ടാൻസാനിയ അഡ്വഞ്ചർ പാർക്ക് ഇതാണ് സംഭവം. ഇത് കിഡ്സ് പാർക്കാണ്. കുട്ടികൾക്ക് നടക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടുള്ള അല്ലാണ്ട് എല്ലാ അടിപൊളി സംഭവം കൊള്ളാം. പിന്നെ ഒരുപാട് റൈഡ് നമ്മളിങ്ങനെ ചുമ്മാ നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പം റൈഡുകൾ കുറച്ച് നമ്മൾ ഫാമിലിയായിട്ട് ചുമ്മാ ഒരു ചുരം വയനാട് ചുരത്തേക്കുള്ള ചെറിയൊരു എൻട്രി ഏരിയതാണ്. എൻ്റെ ഏരിയ ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം കുട്ടികളെ പറ്റിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ ഡ്രീം ക്യാച്ചേഴ്സും എന്താടാ പേഴ്സ് പെട്ടിക്കകത്ത് പേഴ്സ്. ഇത് ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ ഇതാണ്. ഇത് വിസിലാണ് കേട്ടോ. വിസിൽ അല്ലാതെ കഞ്ചാവ് വലിക്കാനുള്ള സാധനമല്ല. ഇത് വിസിലാണ് കേട്ടോ. കഞ്ചാവ് വലിക്കാനുള്ള ഒന്ന് ഊതി കാണിച്ചു കൊടുത്തടാ. പിന്നെ അതിൻ്റെ സിറാമിക് ഉണ്ട് കേട്ടോ. സിറാമിക്കിൻ്റെ സൗണ്ട് വ്യത്യാസം ഉണ്ടോ നോക്കടാ? ഇല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ സാഹചര്യത്തിനുള്ളതെന്ന് വരുന്ന സൗണ്ട് തന്നെ ഇല്ലേ. പിന്നെ അതുണ്ട് പെൻ സ്റ്റാൻഡ് സെറ്റപ്പും കാര്യങ്ങളെല്ലാം പേഴ്സുകളാണ് കേട്ടോ. പേഴ്സ്, കുബേരൻ്റെ പ്രതിമകൾ, പിന്നെ റെയിൻകോട്ട്. വാട്ടർ തീം പാർക്കിൽ വന്ന് വെള്ളത്തിൽ കളിക്കുമ്പോൾ മഴ നനയാതിരിക്കാനുള്ള റെയിൻകോട്ടുണ്ട്. മിറർ കാര്യങ്ങളെല്ലാം സെറ്റപ്പുണ്ട്. നല്ല സംഭവമൊക്കെ നല്ല സെറ്റപ്പാണ്. ഷോപ്പിങ് വേണ്ട അതുള്ളൂ. പറച്ചാൻ്റെ പെണ്ണുങ്ങളകത്തോട്ട് കയറി തീർന്നു. ഗൂഗിൾ പേ കൊടുക്കുക. നമ്മളില്ല എന്താ വയനാട് കാണുന്നുണ്ട് കേസ്. വയനാട് സർവേയർ സ്റ്റോർ. ഓക്കെ, ആ സ്റ്റോറിൻ്റെ പേരതാണ്. ഇപ്പോൾ ഓരോ കാഴ്ച നമുക്കിങ്ങനെ കണ്ടുപോകും. ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ ഓരോ ബോട്ട് സെറ്റപ്പിലാക്കി വെച്ചിട്ടുണ്ടോ. ഒരു വള്ളം കണക്ക് പണിഞ്ഞ് ബോട്ട് കണക്കാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് സിറാമിക്, ബ്ലാങ്കറ്റ്, ചവിട്ടി ഒക്കെ നമ്മൾ സിമ്പിൾ കടകളിൽ കിട്ടുന്ന സർവീസ് കൊടുത്തിട്ട് വരായിരിക്കും കേട്ടോ. ഇവിടെ ബ്ലാങ്കറ്റ് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആണ് കേട്ടോ. 2 ബ്ലാങ്കറ്റിൻ്റെ റേറ്റ് വേണം. ബെഡ്ഷീറ്റും ഉണ്ട് കേട്ടോ. ഒന്നിനൊന്ന് ഫ്രീ. വേണ്ട തോന്നി സെറ്റപ്പാക്കി വെച്ചിട്ട് വേണ്ട ഒരു ബാഗുകൾ. ഇവിടെ റൈഡുകൾ പറയുന്നത് കേട്ടോ. ഏതെല്ലാം റൈഡിൽ കയറണോ? ആർക്ക്? ജെസ്സി അത് കയറണോ? മോളെ ആര് നോക്കും? ബാഗിൻ്റെ ഷോപ്പാണിത്. നല്ല കുട്ടികൾക്കുള്ള തൊപ്പി, കുട്ടികൾക്കുള്ള ബാഗ്. ഐസ് സാഹചര്യം കുറേ ആയിട്ട് പോയിട്ടില്ല. ഇന്നലെ തൊട്ട് അവൾ എടുക്കാൻ നോക്കുകയാണ്, അടുക്കുന്നില്ല. ഇന്നാണ് ഐസ് സാഹചര്യം അടുത്ത് പോയത്. ആ ട്രിപ്പ് എവിടെയെങ്കിലും കറങ്ങാൻ കൊണ്ടുപോയി ഞങ്ങൾ പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ വരില്ല. അതാണ് കറക്കമാണ് ഞങ്ങൾ മെയിൻ. അപ്പോൾ ഇത് ലേഡീസ് ഗാലറി ഇൻ ഫാഷൻ സ്റ്റോർ. ഇതാണ് ഈ ഷോപ്പിൻ്റെ പേര് കേട്ടോ.
പാട്ടിട്ടുണ്ട്, ചിലപ്പോൾ കോപ്പിയിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആകാശത്തോട്. കാരണം നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ വന്നതാണ്. ഇവിടെ ടീയുടെ ഷോപ്പാണ് കേട്ടോ, ചായപ്പൊടി തേയിലപ്പൊടിയുടെയൊക്കെ ഷോപ്പാണ്. അവിടെ ശംഖുപുഷ്പത്തിൻ്റെ കട്ടനല്ലേ, ചായല്ലേ? ആ ഇത് ശംഖു ഇത് കട്ടൻ ടീക്ക് തുല്യമാണോ ഇത്? ആ വാങ്ങി വെച്ചോ, നല്ലത് വരും. ഡിപ്രഷൻ കാര്യം ശംഖുപുഷ്പമുണ്ട്, ബട്ടർഫ്ലൈ പീര്, പിന്നെ റോസ് പെറ്റൽ. ഇതേതാമത്തെ? ഇതെന്ത്? സാധാ കട്ടൻ. ഇത് റോസ് പോണ്ട ശംഖുപുഷ്പം. അങ്ങനെ സായത് ശംഖുപുഷ്പത്തിൻ്റെ പറഞ്ഞ മാനസിക വിഭ്രാന്തി വരാൻ വേണ്ടി ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഭാഗമാണ് ഇവിടെ എല്ലാം കേട്ടോ. മസാല ടീ, ലെമൺ ചായ്. പിന്നെ നമ്മൾ വയനാടും ഇതൊക്കെ നമ്മളെ ചായയുടെയൊക്കെ ഏരിയ ആണല്ലോ, മൂന്നാർ, വയനാട് ഇതൊക്കെ. ഇതാണ് അവരുടെ പരസ്യം. ഇതാണ് നമ്മൾ ഇതാക്കിയ സാധനം കേട്ടോ. അതിൻ്റെ റോസാപ്പൂ ഇതളിൻ്റെത്, പിന്നെ ഗ്രീൻ ടീ, പിന്നെ റോയൽ ഖറാക് ടീ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ബനാന ബ്ലാക്ക് ടീ, ജിഞ്ചർ ടീ, ചോക്ലേറ്റ് ടീ, കാർഡമൻ ടീ, ഒരുപാട് ഇതുണ്ട് കേട്ടോ. അതിൻ്റെ പ്യൂർ കോഫി പൗഡറൊക്കെ ഉണ്ട്. നമ്മളെ വയനാടിൻ്റെ വലിയ പ്രത്യേകതയാണ് ഈ തേയിലത്തോട്ടം, പിന്നെ ഏലം, ഇതൊക്കെ വയനാടൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഗെയ്സ് അതവിടെ പറക്കുകയാണ്, ആകാശ കസേരയാണ്, അതിങ്ങനെ പറക്കുകയാണ്, നിലന്തടത്തെ പറക്കുകയാണ്. കണ്ടില്ല നമ്മളെ മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗെയ്സ്. ഇപ്പോൾ ഫോണ് ചിലപ്പോൾ ഉടനെ ഞാൻ മാറ്റാൻ ചാൻസ് ഉണ്ടാകും കേട്ടോ. ഇതൊന്ന് കുഞ്ഞിട്ട് നല്ല സ്പീഡാക്കി വെച്ചാൽ ഫോണ് മാറ്റാം. കാരണം ഫോണ് താഴെ ഇവിടെ വേറെ ഫോൺ വാളോ. പൈസേ സായിതേ പൈസ അല്ല പൈസയും അല്ല പൈസ അല്ല കിച്ചു സായിദ് ഇവിടെ ഇരിപ്പുണ്ട്. അവരിവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിതാ ഞാനും എൻ്റെ വൈഫും ഉണ്ട്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആരും കിടന്നിട്ടുണ്ട്. എന്താ അവസ്ഥയെന്ന് അറിയില്ല ഗെയ്സ്. നമ്മളിത് ഇവിടെ ഒരുപാട് സ്ഥലത്ത് അവർ കയറിയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് വലിയ പ്രശ്നമല്ല. നമ്മൾ ആളുണ്ടെങ്കിൽ ഒരു വൈബാണ്. ജൂലി ബോളൊക്കെ ആയിട്ട് ആരില്ലാത്തൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ കൊണ്ട് കിടന്നിട്ടുണ്ട്. കൈ പിടിക്കാൻ ക്യാമറയിലേക്കാവും. ഓ എന്തൊക്കെ താഴെ വീണ് പൊട്ടുന്നടാ. പൊളി 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 മോനെ പൊളി പൊളി പൊളി. ഗൈസ് സംഭവം അടിപൊളിയാണ്, പവറാണിതോ. പൈസയൊക്കെ അവിടുന്ന് സുഹൃത്ത് മാറ്റി വന്നത് ഗൈസ്. ക്യാമറ പൈസയൊക്കെ അവിടുന്ന് സുഹൃത്ത് മാറ്റി വന്നത് ഗൈസ്. ഞങ്ങളിവിടെ വൈഫ് പേടിച്ചു ഗൈസ്. അവിടെ പൈസയൊക്കെ അവിടെ ഇരുന്ന് സുഹൃത്ത് പാത്തി പോകുന്നു. എന്ത് പൈസേ അല്ല കിച്ചേ. ഓ ഒരുത്തൻ അവിടെ ഡാൻസ് കളിക്കാണ്. ഒരുത്തൻ ഡാൻസ് കളിക്കാണ്. ഞാനും എൻ്റെ വൈഫ് ഇവിടെ വൈഫ് പേടിച്ചിരിക്കുകയാണ്. സംഭവം നല്ല വൈബാണ്, നല്ല രസമുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് എനിക്കൊരു കോള് വന്നു, നല്ല രസമുണ്ടാണ്, നല്ല ഹൈറ്റ്. പിന്നെ നമ്മൾ ഹൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ക്യാമറ പിടിക്കാൻ പറ്റുന്നില്ല. നമ്മളവിടെ പിടിച്ച് നല്ല താഴെ പോവും. വേറെ സേഫ്റ്റി ഒന്നുമില്ല, ഈ ഒരു സേഫ്റ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ ഗൈസ്. സൂപ്പർ 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 സൂപ്പർ. ഒന്നോടി പവറാക്ക് മുത്ത, ഒന്നോടി പവറാക്കറാ. പൊളിയാണ് 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 പൊളിച്ചാളി. അടിച്ചാമ്പുളി 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 അടിച്ചാമ്പുളി. ഒരാൾക്ക് പേടിയായി നമ്മൾ ഇറങ്ങിയാണ്.
കുറച്ച് നേരമായി. ഇതിനാണെങ്കിൽ കോള് വന്നെനിക്ക്, അപ്പോഴും കോള് വരുന്നുണ്ട്. കേസ് കോൾ കേസ് ആയതോടെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. ഇറങ്ങാൻ താല്പര്യമില്ലാന്നുള്ള മട്ടില് അവനവിടെ ഇരിക്കുകയാണ്. അവന് തല പെരിക്കുന്നത് നല്ല ഇതുണ്ട് കേട്ടോ. ഇറങ്ങി അപ്പോൾ എനിക്കിവിടെ ലെഗ് സ്പേസ് ഇല്ല കേട്ടോ. കാല് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. അതൊരു പ്രോബ്ലമാണ് ഇതിനകത്ത്. അത് നല്ലൊരു പ്രോബ്ലം, ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കേസ് അത് കഴിഞ്ഞ് കേസ് ഇതാണ് ടാൻസാനിയ. ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്ന ഒരുത്തോടെ മരത്തടിച്ചു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം കയറിയിട്ട്? അവിടെ തലയൊക്കെ വിരിച്ച് അടിപൊളിയായിരുന്നു എന്ന് പറയുന്നു. ജെസ്സി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നല്ലേ? അപ്പോൾ ഓടിപ്പോ അവർ ഓട്ടിച്ചിട്ട് പിടിച്ചതാണ് ഞാൻ. 4 പേര് മിനിമം വേണം പറയാൻ. ഓട്ടിച്ചിട്ട് കളിച്ച് കയറ്റിയാണ് ഞാൻ. ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. വേണ്ട സംഭവമൊക്കെ നല്ല വൈബും കാര്യങ്ങളൊക്കെയാണ്. വാ ഒന്നുമില്ല, നമ്മളെ സഹായത് കുറച്ചാൽ പട്ടാളക്കാർ മിലിറ്ററിയിലായിരുന്നു. അതിൻ്റെ തന്നെ നമ്മളെ ഏതിലൊക്കെ പൊട്ടിക്കുമെന്ന് നോക്കട്ടെ. അന്ന് പറഞ്ഞു പൈസ കൊടുത്ത് മാതിരി വരിക്ക് കയറ്റിക്കോ ബ്രോ. എത്ര അത് ഒരെണ്ണം എടുക്കും. ഓക്കെ, ആ റീചാർജ് ചെയ്ത് തരാമെങ്കിൽ. അപ്പോൾ ഗേസ് ഇതാണ് സായിതാണ് വെടിവെക്കാൻ പോകുന്നത്. എന്നെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിച്ച സായിതാണ്. ഞാൻ മോനെ തെറിച്ചടാ, തെറിച്ച് ഒരെണ്ണം അടിച്ചിട്ടുള്ളൂ. ഒറ്റ അടിക്ക് ഒരെണ്ണം എന്താ അടിച്ചടാ സായിത്, അടിച്ച് മോനെ അടിച്ച്. പട്ടാളത്തിൽ പോയാൽ എന്തായാലും ഇനി വീണില്ലല്ലോ, അവർ നാണക്കേടില്ല. പട്ടാളക്കാരായിരുന്നു. ഇന്ത്യൻ മിലിറ്ററി സേവകരിച്ച ഒരെണ്ണം സായിത് അങ്ങനെ അടിച്ചിട്ടിരിക്കുകയാണ്. അവരെ കണ്ണ് ഓൾറെഡി അവന് കളർ വിഷൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളതാണ് കേസ്. അതിൻ്റെ കളർ വിഷൻ്റെ അത് കളർത്തരം പറ്റിച്ചാണ് മിലിറ്ററിയിലാണ് കയറിയത്. ഞാനടിച്ചാൽ കൊള്ളൂല, ഒന്നുകൂടെ അടിക്കാം. അപ്പം ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ കേസ്. ഞാൻ പറഞ്ഞു തന്നിട്ട് അടിച്ചത് അല്ല, എനിക്കറിയാം. നീ എന്നെ പഠിപ്പിച്ചത്. എത്ര ഉണ്ട് ബ്രോ? 5 എണ്ണം. ഒരടിച്ചു നോക്ക്. പൈസ കിച്ചു നീ അതിനായി പൊക്കാളാവതില്ല എനിക്ക്. കൊണ്ടില്ല ഗുയിസ്, കുഴപ്പമില്ലടാ. ഒരെണ്ണം അടിച്ചു നോക്കടാ. ജസ്റ്റ് മോളേന്ന് വാങ്ങിച്ചേ, ഇവ അടിച്ചു നോക്കാം. അത് കയറിയെന്ന് അടിക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മളെ കിച്ചു അടിക്കുകയാണ്. കിച്ചു കറക്റ്റ് പറഞ്ഞുതരാം. ഈ ഹോളിൽ കൂടി നോക്കിയിട്ട് ഇത് കറക്റ്റ് കിട്ടണം എനിക്ക്. ഇതിൽ കൂടി നോക്കിയാൽ ഇത് കറക്റ്റ് ഈ പോയിന്റിൽ കൂടി ആ പോയിന്റ് കാണണം. അതാണ് കറക്റ്റ്. ഇത് അതായത് ഒന്നുകൂടി നോക്കടാ. പച്ച പിടിക്കല്ലേ നീ ആ റെഡ് പിടിക്ക്, അല്ലെങ്കിൽ അപ്പുറത്തെ യെല്ലോ പിടിക്ക്. അപ്പോൾ നമ്മളെ സായുധ വീണ്ടും അടുത്ത് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗെയ്സ്.
സത്യമായിട്ട് കണ്ണുപിടിക്കുന്നു. ഈ സമയത്ത് നീ മിലിറ്ററി രാമായണത്തിന് അടിച്ചിറക്കിയാനെ ഇറങ്ങിയത് കാര്യമായി അല്ലെ അടിച്ചിറക്കിയാനെ മതി. ആ പൊസിഷനൊക്കെ നോക്കി കേസ് തൂക്കി വെച്ചിരിക്കുന്നുണ്ട്. മുത്തേര് മാറ്റി ഒരു 50 മില്യൺ കൊടുക്കും ഒരെണ്ണം. ശരി ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്ക് ചുമ്മാ. എനിക്ക് അടിക്കാൻ പറ്റുമോ മോനെ? എത്തൂല എനിക്ക്. നീ പിടിച്ച ഈ സാധനം നീ അത് പിടിച്ചതൊന്നും നല്ലോണം. എനിക്ക് പറ്റൂല ഈ സാധനം. ഞാൻ അടിച്ച് ശരിയായില്ല. ഞാൻ ആരോടായി ഉപദേശിക്കാൻ ചെല്ലുന്നു? ടാറ്റ ടാറ്റ. എവിടെ ടാറ്റ? ശ്വാസം എടുത്തവർ പിടിയാനേ. ശ്വാസം എടുത്ത് കറക്റ്റ് ചെയ്ത് പിടിച്ച്. കഴിയാം 5 എണ്ണം. അപ്പോൾ ഈ ഐശ്വര്യമായിട്ട് ഞാൻ 2 എണ്ണം വെച്ച് 2 ഞാൻ 8 വരെ പൊട്ടി. ആ കാർഡ് ഇതാണ് ഇവരെ ഈ കാർഡ് റീചാർജ്. നമുക്കടുത്ത മാജിക് കാണാൻ പോകാം. മാജിക് കാണാം. അടുത്തായിട്ട് നമുക്ക് മാജിക് കാണാൻ പോയി. അവിടെ ഒരുപാട് പേര് മാജിക് കാണാൻ കൂടി. കുറച്ച് നേരം നിന്ന് കാണാം. മാജിക് ആദ്യം കണ്ടില്ല. പാമ്പോലാണ് അതിന്. pigeon. A, madam sir, how many pigeons? Out. और यहाँ 2 pigeon. A, sir, 1, 2, 3. Magic start, madam sir. Chal fast. और नेक्स्ट है सर लास्ट मैजिक. सर 1 मिनट 100 रुपीस दे दो. सर 100 रुपीस लास्ट 3 नंबर. सीरियल नंबर लास्ट 3 नंबर 776 है सर. ये सर सर प्रॉब्लम नहीं है ना? ധൈര്യമായിട്ട് കൊടുത്തോ. കത്തിച്ചോ मैडम जी. लास्ट 1 सर एम्प्टी है. मैडम सर एम्प्टी. ए 1 2 3 और यहाँ क्लोज सर 100 है. मैडम सर मैजिक करेगा. मैजिक से सर 200 और 200 सर को रिटर्न दे दो. सर फोल्ड 1 2 3 सर ओपन सर 200. थैंक यू. मैजिक फिनिश. ओपन सर. ठीक है. थैंक यू सर. और ₹100 പോയി. सर चीटिंग नहीं करो. 100 दे दो. 100 दे दो. പോയി 100 പോയി. പോലെ ബ്രോ. सर मोदी जी न्यू नोट बना दिया. ये सर ആ മോദിജി കഷ്ടപ്പെട്ട് 100ന്റെ പുതിയ നോട്ട് ഉണ്ടാക്കിയതാ. നിങ്ങളത് ആ കത്തിച്ച് കളഞ്ഞ ആ പൈസ. एवरीवन बच्चों. मैडम सर लास्ट मैजिक 1 2 3 सर. और ये आओ 1 2 3 और यहाँ मैडम सर ഞാൻ നേരത്തെ കണ്ടതാ. और यहीं से मैडम നമുക്ക് सर ലാസ്റ്റ് മാജിക്കേ കാണാൻ പറ്റുള്ളൂ. फिनिश कर दिया. അടിപൊളി അടിപൊളി അടിപൊളി. हाँ
1000 നോട്ടില്ല ബ്രോ. അങ്ങനെ വിളിച്ച് മാജിക് കാണാൻ കയറിയിരുന്നു. കാരണം നമ്മൾ അവസാനത്തെ മാജിക്കുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. मैडम सर स्टार्ट. അങ്ങനെ നമ്മളെ ഫൈസ അടുത്ത് വിളിച്ചിട്ടുണ്ട്. सर ओरिंग है ആ ये एवरीवन बच्चों. मैडम सर मैजिक स्टार्ट. मैजिक स्टिक. ए 1 2. सर ओपन. एम्प्टी. सर एम्प्टी. एम्प्टी. और यहाँ ए पास. ഏയ് How many? കോയിനായി. और यहाँ मैडम सर कॉइन. सर 2 कॉइन. 1 2 3. 2 कॉइन and close. Close. കൈ അടച്ചോ. Coin and close. Push. ഊതാൻ Fast. ഇട്. Check. എവിടാ പൈസ എവിടാ? Sir coin ready. Chain. നിന്റെ പൈസ വന്നായിരുന്നോ? പൈസ കൊടു. Coin coin. പൈസ എവിടാ? Magic coin है please 2 coin. പൈസ പറ്റിച്ചറാ. പൈസ പറ്റിച്ച് മുട്ടായി വാങ്ങി അടിച്ച് മാറ്റിയാടാ നീ. പൈസ പോക്കറ്റല്ലേ ഇട്ടാ? Fast. Sir. 1 minute. 1 minute. 1 minute. 1 minute. 1 minute. നില 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 ദാ ഏടാ കള്ളതാ കിടക്കുന്നവന്റെ ഉടുപ്പിനകത്തുനിന്ന് പൈസ താഴെയിട്ട്. ഏടാ എന്തിനാ മുട്ടായി വാങ്ങി എടുത്ത് വെച്ചാ മതി. No cheating. കണ്ടാ Sir next magic. നിന്റെ ഇനി പണിക്കെടുക്കൂല. വേണ്ട. Sir how many ball? 3 1 2 3. 1 ball. Fast. A 2 ball. How many balls, sir? 2 ball. 0. പരവായി 2 ബോൾ. 3 ball. Fast. Sir, how many ball? 1 ball. Fast. Sir, 1 ball. Return. 2 ball. Return. 3 ball. Return. Madam sir, once more. 1 ball. A 1 ball. Close. 2 close. 3 close. Sir, how many ball? 1 ball. 1 1 0. 1 2 3 3 2. और यहाँ 2. 2 2 ball. Close. How many ball? 1 ball. A 0. यहाँ 3. सर नेक्स्ट है एक लास्ट मैजिक है. सर कैच. सर ओ फ्लावर. सर सिट डाउन. मैम फ्लावर कैच. फ्लावर कलर चेंज. सर कैच. സായിന് കൊടുക്കണ്ട. പൂവനല്ലേ? നീ പോകട.
ചില്ലിൻ്റെ പോലെ സ്റ്റീലോ പടച്ച ഞാൻ മിഴിഞ്ഞ പ്രൈസ് മറ്റേ മിഴിഞ്ഞ് കിഡ്നി വൃക്ക വല്ല ആണോ അത്? How many goal? 2. और यहाँ से सर मैं मैजिक को फिनिश. थैंक यू भैया. नाम तो सर अरमान है. अरमान है. किधर का है? राजस्थान. राजस्थान का. इधर कितना साल हो गया है? 7-9 months. ഓ അപ്പോൾ അർമാന് രാജസ്ഥാൻകാരനാണ്, ഇന്ത്യക്കാരനാണ്, അടിപൊളി മാജിക്കായിരുന്നു. അവനെ കിഡ്നി വൃക്ക കണ്ടത് അവസാനം എടുത്തത് കിഡ്നി വൃക്ക പോലും ആണോ അവൻ്റെ? എങ്ങനെ ഉണ്ടായിരുന്നു മാജിക് എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നുകൂടി പറയൂ, കേൾക്കുന്നില്ല. മാജിക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഷിൻഷ? അപ്പോൾ ബാ ഇനി അങ്ങോട്ട് നമുക്ക് പോകാം. ബാ. അപ്പോൾ ഇതാണൊക്കെയാണ് വീഡിയോസൊക്കെ. ചിലപ്പോൾ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ് ആയിരിക്കും. നമ്മൾ മാക്സിമം നിങ്ങൾ കണ്ട് സഹകരിക്കുക. ഗെയ്സ്, അപ്പോൾ നമ്മൾ പടിയേറി ഇപ്പുറത്തിറങ്ങിയതാ. ഇവിടെ കുറേ നമുക്കുള്ള ഷോപ്പുകളുണ്ട്. പിന്നെ ഇവിടെ കുറേ വാട്ടർ റൈഡ്, പിന്നെ മറ്റുള്ള കയറിൻ്റെ പുറത്തൊരു പലക കെട്ടിയിട്ട് ബാലൻസിങ് ഇങ്ങനെ നടന്നു പോകണം. ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിലൂടെ ഇങ്ങനെ നടന്ന് പോകണം. പിന്നെ അതിൻ്റെ വലുതുണ്ട്, നമ്മളാ തൂക്കുവാല സെറ്റപ്പ്. പിന്നെ ഇവിടെ കുറേ റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ റൈഡ്, കഴിഞ്ഞ വർഷം ഒരുപാട് റൈഡുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ട്. പിന്നെ തണുപ്പാണ്, ഈ സമയത്ത് വെള്ളത്തിലൂടെ ഇറങ്ങി അടിപൊളിയായിരിക്കും. വേണ്ട ഇത് പിന്നെ മുകളിലൂടെ സൈക്കിൾ ഓട്ടി പോകണം. അത് റോപ്പിലൂടെ സൈക്കിൾ ഓട്ടി പോകുന്നു. അർബൻ നെസ്റ്റ്. ഇത് പിന്നെ ഫാൻസി ഐറ്റംസാണ്. കമ്മൽ, മാള, വല, തിരുപ്പൻ, ആ സൈൻബൊക്കെയാണ്. അപ്പോൾ മുത്തുമണി ദിവസം ഞാനും കിച്ചും പടച്ചിട്ട് കയറി ഇതിനകത്ത് കയറാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോകാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ പോകുന്നുണ്ട്. കിച്ചു കയറിയിട്ടുണ്ട്, കയറാൻ പോവാണ്. വേണ്ട കിച്ചുതാ ബെൽറ്റൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട് വമ്പ സെറ്റപ്പിലൊക്കെയാണ്. ഇതാ സായിത് വരുന്നുണ്ട്, അതിൻ്റെ ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറയാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. കാർഡ് എടുക്കാൻ പോയിട്ടാണ്. ഇവിടുന്ന് ഇങ്ങനെ ചവിട്ടിയാണ് നമുക്ക് പോകേണ്ടത്. ഇങ്ങനെ ചവിട്ടി അതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇവിടെ വരണം. അപ്പോൾ നമുക്ക് ക്യാമറ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതായത് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്. ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ ഫുള്ള് ഊഞ്ഞാലാണ്. ഊഞ്ഞാൽ, കയറ്, അപ്പം അതിനകത്ത് ചവിട്ടി ആ റോപ്പിലൊക്കെ. അപ്പോൾ നമ്മൾ കയറാൻ പോകണം കേട്ടോ കേസ്. കാർഡ് എന്തേടാ? നമ്മുടെ കാർഡ് കൊടുത്ത് എൻട്രി ആക്കണം. അങ്ങനെ നാജിൽക്കാർക്ക് ഫയർ സ്റ്റേഷനിൽ ജോലി ഇട്ടിരിക്കുകയാണ്. ട്രെയിനിങ് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർമാൻ ട്രെയിനിങ് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന്, ആ സ്വന്തമായിട്ട് രക്ഷപ്പെടുമെന്ന്. സെൻട്രലിലെ ചവിട്ടണം കേട്ടോ, കരയ്ക്ക് സെൻട്രൽ. ആ നീ റോപ്പ് പിടിക്കും. ഇനി അട്ട് കാല് ഗ്രീനിലെ ചവിട്ടി സെൻട്രലിലെ ചവിട്ടി. സെൻട്രൽ ഇനി ഇങ്ങനെ രക്ഷിക്കാൻ ആര് പോവും? ഇതാണ് സർക്കസ്.
ചുരത്തിന്ന് 2 കുരങ്ങൾ ഇവിടെ കേറിയിട്ടുണ്ട്. ഈ പാർക്കിന്റെ പേര് പോലെ തന്നെ ടാൻസാൻ മങ്കീസ്. ഇല്ല, അവനും കൂടെ വരട്ട്. അതെന്താ സംഭവം? ഇത് എളുപ്പം കേട്ടോ. ഹർഡിൽസ്. ആ 2 ശരിച്ചാ ചുരത്തിന്ന് 2 കുരങ്ങുകൾ നമ്മളെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. 2 പഴമൊക്കെ ഇട്ട് കൊടുക്ക്. ടാൻസാൻ മങ്കീസ് അഡ്വഞ്ചേഴ്സ്. അവരിപ്പോഴാണ് സന്തോഷത്തിലായത്. അവരിത്രയും നേരം കാറിൽ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു മനുഷ്യരെ പോലെ. അവർക്ക് അവരുടെ സ്ഥലം കിട്ടിയപ്പോഴാണ് അവർ സന്തോഷവാന്മാരായത്. സന്തോഷിക്കൂ. ഈ മരച്ചില്ലയില്ലേ ഇവർക്ക് ആടി കളിക്കാൻ മരച്ചില്ലയില്ലേ. അതാ തന്തക്കുരങ്ങിന് വയ്യ, വയറൊക്കെ ചാടി. അതാ കുട്ടിക്കുരങ്ങും തന്തക്കുരങ്ങും തമ്മിലുള്ള അതിവാശിയേറിയ മത്സരം. കുട്ടിക്കുരങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി തന്തക്കുരങ്ങ് ശ്രമിക്കുകയായിരുന്നു. പക്ഷെ തന്തക്കുരങ്ങ് ആ ബോൾ അവിടെ വെയിടേ. ആ ഷട്ടിനകത്ത് നിന്ന് ബോൾ ഊരി അവിടെ വെക്കാൻ. രാജിക ഷർട്ടിൽ നിന്ന് ബോൾ എടുത്ത് അവിടെ വെക്കാൻ. ബോൾ എടുത്ത് ഭായ് ബോൾ അന്തരിയേ अंदर बोल है ए चोर चोरी किया तुम्हारा बॉल चोरी किया ऐसे നിന്റെ ഡാഡിയോട് പറയുന്നുണ്ടോ? പൈസ അവിടെ നിന്ന് ചെറിയൊരു ബോളാ എടുത്തേക്കുന്ന. അല്ല പൈസ അല്ല, കിച്ചു ആ ഷട്ടിനുള്ളിൽ നിന്ന് ബോളങ്ങ് തിരിച്ചു കൊടുക്ക്. അതിവാശിയേറിയ മത്സരം. കുട്ടിക്കുരങ്ങ് പറയുന്നത് തന്തക്കുരങ്ങ് തോപ്പിക്കത്തില്ലെന്നാണ്. അതാ കുട്ടിക്കുരങ്ങ് ജെൻസിയാണ്, മറ്റേ 90s 80s മില്ലേനിയസ്. ടാൻസാൻ കുരങ്ങുകളാണെങ്കിലും മലയാളം സംസാരിക്കുന്നതാണ്. ഈ കാല് റെഡിൽ വെക്കോ, ലെഫ്റ്റ് കാല് റെഡിൽ വെക്ക്, റൈറ്റ് കാല് യെല്ലോ കേട്ടോ. അടുത്ത കാലം കൊണ്ട് യെല്ലോ യെല്ലോ. വയസ്സാം കാലത്ത് ഓരോരോ ആഗ്രഹങ്ങള്. മാണിക്ക കഞ്ഞിയ. ലെഫ്റ്റ് കാല് റെഡിൽ അടുത്ത കാലം യെല്ലോ യെല്ലോ യെല്ലോ. അടുത്ത കാലം കൊണ്ട് അടുത്ത കാലം കൊണ്ട് ഇവ ഇല്ലായിരുന്നു ഇവന്മാര് പെട്ടേ.
ഇത് ഇല്ലായിരുന്നേലേ ഇന്ന് കൺഫ്യൂഷനാണ് ഇവിടെ വന്നിട്ട്. അടുത്തയാണ് ടാസ്ക്. അടുത്തതാണ് നിങ്ങളുടെ സ്വന്തം ഐറ്റം, നിങ്ങളുടെ കുടുംബത്തിന്റെ സ്വന്തം ഐറ്റം. രണ്ട് നിങ്ങളെ കുടുംബത്തിന്റെ മെയിൻ ഐറ്റം റോപ്പ് ക്ലൈംബിങ്. 2 monkeys are there. അതാ 2 കുരങ്ങന്മാർ, അവരുടെ വംശപരമ്പര. ആ കൈയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത ആ വെൽഡിങ്. അയ്യേ, ഇവിടെ റോപ്പ് ഉണ്ടായിരുന്നോ ചവിട്ടാന്? ഇത് പറ്റത്തില്ല, മറ്റേ ഐറ്റം വേണം. നിങ്ങളെ ടീമുകൾ അവിടെ ചുരത്തി കിടന്ന് കാണിക്കത്തില്ലേ റോപ്പിലിങ്ങനെ ചെയ്ത്? ഇത് പറ്റിപ്പ്, ഇതെല്ലാം ഉദ്ദേശിച്ച. ആ 2 കുരങ്ങൾ തമ്മിലുള്ള അതിവാശിയേറെ മത്സരം. ഈ കുട്ടിക്കുരങ്ങിന് ജയിക്കാനുള്ള അവസരം കൊടുത്തേ. അത് നടന്നുങ്ങോ? അല്ല രാജു, അതെന്ത് സംഭവം? അത് കൂടെ വരുന്നുണ്ടല്ലോ മേളില്, കമ്പിയാണ്. മനുഷ്യന്മാരാണെന്ന് തോന്നുന്നു, സൈക്കിളോട്ടി പോകുന്നുണ്ട്. യെസ്, മലയാളമൊക്കെ സംസാരിക്കുന്നു. ഇതിപ്പോ വീഡിയോ എടുക്കുന്നത് ഞാനാണോ കുരങ്ങ്? പെട്ടെന്നാവട്ടെ, നിന്റെ വയറൊക്കെ ഒന്ന് കുറയട്ടെ. പയ്യ ഇത് വേണ്ട, ഓവർ കോൺഫിഡൻസ് വേണ്ട. തന്തക്കുരങ്ങ് അതാ വിജയിക്കാൻ പോകുന്നു. കുട്ടിക്കുരങ്ങ് ഇപ്പോഴും ബാക്കിലാണ്. അതാ അവരാ എടുത്ത പന്ത് തിരിച്ചു കൊടുത്തിട്ടില്ല. പന്ത് മുമ്പേ 2 പേരും ഓരോ പന്ത് കേട്ടാ കേറിയത്. ഐസിയേ കൈകൊട്ടടി, ഈ കൈകൊട്ടി ഡാഡി ജയിക്കാൻ പോകുന്നു. ആരാന്നാ ഇത്? നിന്റെ പാപ്പ ആരാണ്? കണ്ട ഐസ് വരെ ചോദിക്കുന്നത് അത് ആരാണ്? കോൺഫറൻസ് എടുക്കുന്നു. ഐറ്റം കിട്ടി, ഇപ്പോഴാണ് ശരിയായത്. നിങ്ങളെ മറ്റേ അമ്മാവൻ ആ വളതി കാണിച്ചില്ലേ നിങ്ങളെ? അതാ കുട്ടിക്കുരങ്ങ് അവസാന നിമിഷം നിങ്ങളെ ക്രോസ് ചെയ്യണ, ക്രോസ്. കുരങ്ങിന്റെ പടമുള്ള ട്രോഫി കിട്ടോടാ. ഞാൻ ചിരിക്ക, കുരങ്ങിന്റെ പടമുള്ള ട്രോഫി ഉണ്ട്, 2 പേർക്കും ഉണ്ട്. ടാൻസ് ആൻഡ് മങ്കീസ് 2 പേരും താഴെ ഇറങ്ങിയ മലയാളം സംസാരിക്കുന്ന കുരങ്ങളാണ്. ഞാൻ പ്രത്യേക ബോളം കൊടുക്കണേ, ആ ബോളം കൊടുക്കണേ 2 പേരും. മുത്തൂണീസ് നമ്മളപ്പോൾ പെട്ടെന്നാട്ടെ, ടൈമില്ല. മുത്തൂണീസ് നമ്മൾ അടുത്തതായിട്ട് ഫിഷ് മസാജ്, ഫൈസിക്കായിട്ട് ഫിഷ് മസാജിന് പോവാണ്. കണ്ടതാ നല്ലോണം താത്തേ കാല് കുറച്ചുകൂടി ഇറങ്ങിയിട്ടാ. ഫിഷ് മസാജാണ്.
പൈസയുടെ കാല് കിട്ടിയ മീൻ കാല് തിന്നാൻ കൊടുക്കുകയാണ് പൈസ. ചെയ്യുന്ന കാട്ടുന്നടാ 10 മിനിറ്റ് ഉള്ളൂ. പെട്ടെന്ന് ചെയ്തിട്ടാണോ ഈ സമയം പോകുന്നു? എങ്ങനെയുണ്ട് പൈസ എക്സ്പീരിയൻസ് പറയൂ. പൈസയുടെ മോന്ത് നോക്കട്ടെ, പൈസയുടെ ഫേസ് നോക്കട്ടെ, പൈസയുടെ ഫേസ് നോക്കട്ടെ. കാല് കടിച്ച് മീൻ കടിച്ചിട്ട് കാലിൽ പൈസ കിക്കിളാവുന്നു കേസ്. പൈസ കിക്കിളാവുന്നതാ. പൈസയുടെ ഫേസ് നോക്കുന്നത് കേസ്. കോള് വരുന്നുണ്ട്. ഫൈസിയുടെ കാലിൽ മൊത്തം പട്ടിണി കിട്ട മീനെ തിന്നാൻ വേണ്ടി ഫൈസിൻ്റെ കാല് കൊടുക്കുകയാണ്. മീനെ പട്ടിണി കിട്ടുന്ന ഞാൻ തോന്നുന്നവർ. അങ്ങനെ ഫൈസിൻ്റെ ഫേസ് നോക്കാം നമുക്ക്. ഫൈസിൻ്റെ ഫേസ് എങ്ങനെയാണ് ഫൈസി? അപ്പോൾ ഫൈസി ഭയങ്കര ഇതിലാണ്. മീനുകൾ കാല് മൊത്തം മീനുകൾ കുത്തിപ്പറിച്ച് പണ്ടോരം മുടക്കുകയാണ് ഗീസ്. എങ്ങനെയുണ്ട് ഫൈസി എക്സ്പീരിയൻസ്? മസാജാണ് ഗീസ്, ഇത് ഫിഷ് മസാജാണ്. ബ്രോ ഈ മസാജിന് എന്താ പറയുന്ന പേര്? അത് കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പൈസ എക്സ്പീരിയൻസ്? നല്ല രസമുണ്ടോ? മീനിൻ്റെ കറി കൊണ്ടിട്ട് എങ്ങനെയുണ്ട്? വേണ്ട പൈസ പൈസയുടെ കാലിൻ്റെ മൊത്തം മീൻ കടിച്ച് പറക്കിയാണ് പൈസ. നല്ല കേസ്, നല്ല അടിപൊളി കടിയാൻ തോന്നി. കാല് പൊക്കി മീനുകളൊക്കെ പിരിഞ്ഞു പോയി. കാല് താത്തതന്നെ മീനുകൾ അടിയിൽ മാത്രം വന്ന് കത്തിക്കരിച്ച് പറിക്കുകയാണ് കേസ്. രണ്ട് കാല് ചെരുപ്പിട്ടത് പോലാണ്, മീനിൻ്റെ ഡിസൈനുള്ള ചെരുപ്പിട്ട പോലാണ് അവൻ്റെ കാല്. നിന്നെ കടിച്ചിരുന്നത് കാല് കുറച്ചുകൂടി താത്തയിടാ. കാല് പെട്ടെന്ന് പൊക്കെ. ആ വീഡിയോടാ അങ്ങനെ കാല് തപ്പി. നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ടീൻസാനിയയിൽ വന്നു. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും? സൂപ്പറായിരുന്നു. അപ്പോൾ സായില്ലേ പോവാ. അപ്പം നമ്മളിതാ ടീൻസാനിയയിൽ പറയുക. വാ. അപ്പോൾ ഞാൻ എൻ്റെ മോളെ എടുക്കൽ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. വാ ഗെയ്സ്. അലഞ്ഞ് തിരിഞ്ഞ് നല്ല കറുത്തു പോയി ഗെയ്സ്. ഞാൻ ഇതിൽ നല്ല സുന്ദരനായിരുന്നു ഗെയ്സ്. ഞാൻ എൻ്റെ മോളെ കണ്ടില്ലേ ഗെയ്സ്? എത്തിയേ എൻ്റെ മോളെ കണ്ടില്ലേ? ഇത് കണക്ക് സുന്ദരനായിരുന്നു ഗെയ്സ് ഞാൻ. പക്ഷെ അലഞ്ഞ് തിരിഞ്ഞ് കറുത്തു പോയി ഗെയ്സ്. അപ്പം ഞാൻ വീഡിയോയിൽ അങ്ങനെ ഫേസ് ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പം ഞാൻ സുന്ദരനായിടാ. ശേഷ ഇപ്പം ഞാൻ സുന്ദരനായി. അപ്പോൾ നമ്മളിത് കണക്ക് കൈയടിക്കല്ലേ? നമ്മളിത് കണക്ക് കൈയടിക്കുകയാണ്. ഐസു പറ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ കൂട്ടണമെന്ന് പറ. അതാ നോക്ക്, എല്ലാവർക്കും പറ, ഹായ് പറ, കാറ്റ് പറ. ഇരുണ്ട് പോയി ഗൈസ്. അപ്പോൾ മുത്തുമണീസ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ആരാ കൂവിയത് ഇവിടെ കിടന്നു? അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ടീൻസാനിൻ്റെ ഒരു ഔട്ട്ലുക്ക് കൂടി തരാം. അതിൻ്റെ പുറത്തിറങ്ങിയിട്ട് എൻ്റെ ഔട്ട്ലുക്ക് കൂടി തരാം. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സെറ്റപ്പൊക്കെയാണ്, നല്ല സെറ്റപ്പൊക്കെയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പാർക്കിൽ പോയിട്ടുണ്ട്. ഇത് വേറൊരു വെറൈറ്റി. ഇതാണ് ടീൻസാനിയുടെ ഔട്ട്ലുക്ക്. ഇത് മെയിൻ ഹൈവേ ആണ്. 10 മണിയായ ക്ലോസിങ് ടൈമാണ്. നമ്മൾ 8:30 വന്നത്. 1.5 മണിക്കൂർ നമുക്ക് കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പാക്കേജ് ഒന്നും എടുക്കാൻ പറ്റിയില്ല.
നെയ്യൂസ് നമ്മളെ വണ്ടി അവിടെ കിടക്കാണ്. അപ്പോൾ പോവാം. അപ്പോൾ മുത്തുമണി നമ്മൾ തീൻസാനിയോട് വിട പറയുകയാണ്. സായിദാണ് ഇന്ന് ഡ്രൈവിംഗ് സീറ്റിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ്. ഇവിടെയൊക്കെ അവിടുത്തെ സ്റ്റാഫുകളാണ് ഇവരെല്ലാവരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി ഇറങ്ങി. അപ്പോൾ ഒരിക്കൽ കൂടി ഇതാണ്ട ഇതൊക്കെയാണ് ഇവിടുത്തെ റൈഡ് കാര്യങ്ങളൊക്കെ. അവനെ അവിടെ ഇങ്ങനെ ഇരുന്ന് അവിടെ ഇങ്ങനെ അപ്പോൾ ഇതാണ് ബസ് തമ്പുരാട്ടി. അപ്പോൾ അടിപൊളിയായിട്ടും ട്രിപ്പൊക്കെ വൈബായി അടിപൊളിയായി. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് നേരുന്നു. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ചുരത്തിൽ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അത് വേറെ ചെറിയ ഷോർട്ടായിട്ട് ചുരത്തിലെ വീഡിയോസ് ഇട്ടായിരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ് ഗൈസ്.